നരകത്തെക്കാളും ഭീകരമായ ശിക്ഷ ഞാൻ കണ്ടത് ഖബറിലാണെന്നാണ്. ആളുകൾ 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോൾ, ആളുകളുടെ കാലടി ശബ്ദം അവസാനിക്കുമ്പോൾ, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് നമ്മെ പിടിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കൊടുക്കാനുള്ളത്? അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഖബറിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്തു കൂട്ടിയത്? ഖബറിൽ സ്വാസ്ഥ്യം കെടുത്തുന്നത്, നമസ്കാരം ഉപേക്ഷിച്ചവരുടെ തല ചതച്ചരക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കവിടെ സേഫായി കിടക്കാൻ സാധിക്കുമോ? കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറുമെന്ന് പറഞ്ഞു. വ്യഭിചരിച്ചവൻ അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ഒരു ചെമ്പിനകത്ത് വിവസ്ത്രരായി സ്ത്രീകളും പുരുഷന്മാരും അവിടെ കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞു. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ മുഴുകിയ ആളുകൾ രക്തപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുമെന്നും കൂർത്ത കല്ലുകൾ അവരെ വലിച്ചെറിയുമെന്നും അത് അണ്ണാക്കിൽ പതിച്ച് അന്നനാളത്തെ മുഴുവൻ കീറിമുറിച്ച് മലദ്വാരത്തെ പിളർത്തി പുറത്തേക്ക് പോകുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. നമുക്കവിടെ സേഫായിരിക്കാൻ പറ്റുന്ന രീതിക്കാണോ നമ്മുടെ മുന്നോട്ട് പോക്ക് എന്ന് ഈ കണ്ണു മിഴിക്കുമ്പോൾ, ഈ കാത് കേൾക്കുമ്പോൾ, ഈ ഹൃദയത്തിൽ ചിന്തകൾ രൂപപ്പെടുമ്പോൾ, നമ്മുടെ കൈയും കാലും ചലിപ്പിക്കുമ്പോൾ ആ ഖബറിൽ കിടക്കണമെന്ന ബോധം നമുക്ക് എത്ര പേർക്കുണ്ട് എന്നത് സഹോദരന്മാരെ ചിന്തിക്കേണ്ടതാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ജീവിതയാത്ര ആരംഭിക്കുകയാണ്.